പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് കർത്താവ് എനിക്ക് തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് എഴുതിയതായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലന് പിമ്പിലുള്ള പല കാര്യങ്ങൾ ഓർക്കാനുണ്ട്, പല കാര്യങ്ങളിൽ പ്രശംസിക്കാനുണ്ട്, പല കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറക്കാൻ വേണ്ടിയാണ് ആ സഭയോട് പറയുന്നത്. അവിടെ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അപ്പം മറ്റൊരിടത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പാപികൾ ഒന്നാമൻ. ധാരാളം പാപസംബന്ധമായിട്ട് ജീവിതത്തിൽ പല പരാജയങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും അത് പൗലോസ് എന്ന് വേദപുസ്തകത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് ഫിലിപ്പിയിലുള്ള ആ ലേഖനത്തിൽ എഴുതുമ്പോൾ, ഫിലിപ്പിയ സഭയ്ക്കുള്ള ലേഖനത്തിൽ എഴുതുമ്പോൾ തൻ്റെ പിൻകാല ചരിത്രങ്ങൾ, പിൻകാല നെഗറ്റീവ്സ് അല്ലെങ്കിൽ പിൻകാല പാപങ്ങൾ എല്ലാം മറക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് അവിടെ ചെയ്തത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പഴയ കാര്യങ്ങൾ, പഴയ തെറ്റുകുറ്റങ്ങൾ, പഴയ അനുസരണക്കേടുകൾ, പഴയ അകൃത്യങ്ങൾ, പഴയ ലംഘനങ്ങൾ, പഴയ ഫോഷ്ക്ക്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാൻ തക്കവണ്ണം പിശാച് നമ്മളോട് ഹൃദയത്തോട് വാദിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ കുറ്റമില്ലാത്ത അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതായത് ഹൃദയത്തെ കുറ്റം ചുമത്തുന്ന അപവാദിയാകുന്ന പിശാചിനെ അവിടെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയാകുന്ന പിശാച്. അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ, ദൈവത്തിനെതിരെ നിൽക്കുന്ന ഫോഴ്സ്, അതായത് പൈശാചിക ശക്തികളുടെ ഏറ്റവും വലിയ പ്ലാൻ അല്ലെങ്കിൽ പദ്ധതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എപ്പോഴും കുറ്റം ചുമത്തുക, ഹൃദയത്തിൽ കുറ്റം ചുമത്തുക. എപ്പോഴും ഇങ്ങനെ സർട്ടിഫൈ ചെയ്യും: ഓ, നീ ഒരു പാപിയാണ്, നീ കൊള്ളരുതാത്തവനാണ്, നീ അനുസരണം കെട്ടവനാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, നീ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകില്ല. അപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറ്റം ചുമത്തുവാൻ പിശാച് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെക്കുറിച്ച് സകലവും കളവായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പിശാച് പറയും, ദൈവം നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കില്ല, ഒരിക്കലും ദൈവം നിന്നോട് അടുത്തു വരികയില്ല, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗം സൗഖ്യമാകുകയില്ല, നിനക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പിശാച് നമ്മളെ ഹൃദയത്തോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ പിശാച് കുറ്റം വിധിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുകയാണ്, കുറ്റമില്ലാത്തൊരു മനസാക്ഷി രൂപാന്തരപ്പെടുത്തുക, കുറ്റമില്ലാത്തൊരു മനസാക്ഷിയായി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക. അതെങ്ങനെയാണ് കുറ്റമില്ലാത്തൊരു മനസാക്ഷിയായിട്ട് നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസാക്ഷിയുടെ സകല നിർജീവ പ്രവൃത്തികളെയും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ പൂർണ്ണമായും ശുദ്ധീകരണം പ്രാപിക്കുവാൻ, നീതീകരണം പ്രാപിക്കുവാൻ കഴിയുമെന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചത്?
നാം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സില്ലാത്തവരായി നഷ്ടപ്പെട്ടവരായി ജീവിച്ചു. അപ്പം ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ പാപം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ കടന്നു പോകാൻ കഴിയത്തില്ല. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഓരോ പാപികൾക്ക് വേണ്ടിയും, ഭൂമിയിലുള്ള ഓരോ പാപികൾക്ക് വേണ്ടിയും, ഓരോ അകൃത്യം ചെയ്യുന്നവർക്ക് വേണ്ടിയും, ഓരോ ശപിക്കപ്പെട്ടവർക്ക് വേണ്ടിയും, നഷ്ടമായി കിടക്കുന്നവർക്ക് വേണ്ടിയും, തകർന്നവർക്ക് വേണ്ടിയും തൻ്റെ ജീവനെ അർപ്പിച്ച് താൻ യാഗമായി തീർന്നു. എന്നിട്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി വിശുദ്ധീകരിക്കും. നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ മോചനം തരുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയുമെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലേക്ക് നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും നമ്മുടെ സകല പാപങ്ങൾക്കും വിശുദ്ധീകരണമുണ്ട്. രക്തത്തിന് ജീവനുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് പാപം സർട്ടിഫൈ ചെയ്യുന്നത്? പാപം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നു. നാം രക്തത്തിൽ, അത് ആദാമ്യ പാപം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു ആദാമ്യ പാപം എന്ന ഒരു പാപം സംവത്സരങ്ങളായി നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ കൂടെ കൈമാറ്റപ്പെട്ടതായ പാപം. ആ ശാപങ്ങൾ നമ്മളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ, നാം ചെയ്യുന്ന അകൃത്യങ്ങൾ, നാം പറയുന്ന ഫോഷ്ക്ക്, ഇതെല്ലാം നമ്മുടെ രക്തത്തിൽ കൂടെയാണ് നമ്മളെ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന നല്ല ഒരു സന്ദേശമുണ്ട്. അവിടെ ഹാബേലിൻ്റെ രക്തം, അതായത് ഹാബേലും കായീനും രണ്ട് വ്യക്തിത്വങ്ങൾ. കായീൻ ഹാബേലിനോട് കയർത്ത് ഹാബേലിനെ കൊന്നുകളഞ്ഞു. അവിടെ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ അവിടെ കായീനോട് വിളിച്ചു പറയുകയാണ്, കായീനെ, നിന്റെ അനുജനാകുന്ന ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് രക്തത്തിന് നിലവിളിക്കാൻ പറ്റും. ഒരാളെ കൊന്നു കഴിഞ്ഞു, ആ ശരീരം മണ്ണിൽ ചേർക്കപ്പെട്ടു. എങ്കിലും ദൈവത്തോട് പറയുകയാണ്, ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നെന്ന്. എന്ന് പറഞ്ഞാൽ രക്തത്തിന് ജീവനുണ്ട്, ആ രക്തത്തിന് സംസാരിക്കാൻ കഴിയും. ആ രക്തം ദൈവത്തോട് സംസാരിച്ചു. ആ രക്തത്തിൻ്റെ ശബ്ദം എന്തായിരുന്നു? ആ രക്തത്തിൻ്റെ ശബ്ദം കരച്ചിലായിരുന്നു. അതാ ഹാബേലിൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടാത്ത സമയത്ത് മരണമടഞ്ഞു പോയി, ജീവിക്കുവാൻ അനുവദിച്ചില്ല സ്വന്തം സഹോദരൻ. അവിടെ മുതലാണ് കായീൻ്റെ ശാപങ്ങൾ അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ രക്തത്തിന് ജീവനുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ കൂടെ കടന്നു വന്നതായ പാപം, നാം ചെയ്ത തെറ്റുകളിൽ കൂടെ, അനുസരണക്കേടിൽ കൂടെ വന്നുപോയ പാപങ്ങൾ അല്ലെങ്കിൽ അകൃത്യങ്ങൾ, ഇതെല്ലാം മായ്ച്ചു കളയുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഭൂമിയിൽ ഒരു ടെക്നോളജിയും പാപത്തെ മായ്ച്ചു കളയാൻ വേണ്ടി രേഖപ്പെടുത്തിയിട്ടില്ല. ഭൂമിയിൽ ഹൃദയ ശസ്ത്രക്രിയയുണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റേഷനുണ്ട്, മറ്റു പല അവയവങ്ങളും മാറ്റിവെക്കാൻ പറ്റും. എന്നാൽ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന പാപത്തെ മായ്ച്ചു കളയുവാൻ ഒരു സമ്പ്രദായവും ഒരു ടെക്നോളജിയും മനുഷ്യൻ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിനാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പാപത്തെ മായ്ച്ചു കളയുവാൻ ഒരുവൻ, പാപമില്ലാത്തവൻ. പാപത്തെ മായ്ച്ചു കളയാൻ ആർക്ക് കഴിയും? പാപമില്ലാത്ത ഒരാൾക്ക് മാത്രമേ പാപത്തിലുള്ള രക്തത്തെ മായ്ച്ചു കളയാൻ പറ്റുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ടാണ് ജനിച്ചത്. യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജീവിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച്
എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ നിർദോഷൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപം വിട്ടകന്നവൻ. അവനിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്ത ആ രക്തത്തെയാണ് പിശാച് വിചാരിച്ചു അവനെ കൊന്നുകളഞ്ഞാൽ അവനെ തീർക്കാമല്ലോ, പിന്നെ അവന് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഒരു ആക്ടിവിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും അവിടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെയും വശീകരിച്ച്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലുള്ള യൂദായെയും വശീകരിച്ച് യേശുക്രിസ്തുവിനെ കൊന്നുകളഞ്ഞു. സാധാരണ മരണമല്ല, കാൽവറിയിൽ കുരിശിൽ തറച്ച് ഏറ്റവും നികൃഷ്ടമായി അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവിടെയാണ് നമ്മുടെ അധ്യായം തുടങ്ങുന്നത്. എന്താണ്? യേശുക്രിസ്തുവിനെ കൊന്നതോടുകൂടെ, യേശുക്രിസ്തു യാഗമായി തീർന്നതോടുകൂടെ പിശാച് പറഞ്ഞു കൊന്നെന്ന്. എന്നാൽ പിതാവായ ദൈവം പറഞ്ഞു തൻ്റെ പുത്രനിൽ കൂടെ ഈ മാനവരാശിക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള സർവ്വജനത്തിനും വേണ്ടി വലിയൊരു പദ്ധതി സ്വർഗം ആവിഷ്കാരം ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രൂശിനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, എൻ്റെ പാപത്തെ എൻ്റെ മേൽ കണക്കെടുത്തത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ, നീ കടന്നുപോയ സ്വർഗത്തിലേക്ക് എനിക്കും ഒരു പ്രവേശനം വേണമേ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവനെ കൈക്കൊള്ളുവാൻ സ്വർഗം ഇന്ന് വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാൽവറി ക്രൂശിൽ യേശു യാഗമാക്കി ആയപ്പോൾ ആ ക്രൂശിൽ വെച്ച് ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ അവിടെ തൂക്കിലേറ്റി. എന്നാൽ ഒരു കള്ളൻ അവിടെ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ പർദീസയിൽ ഇരിക്കുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർത്തോളണേ, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകണേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. പ്രിയമുള്ളവരെ, ആ ഒറ്റ വാക്കിൽ കൂടെ കർത്താവ് അത് അംഗീകരിച്ചിട്ട്, അവിടെ അവന് ചർച്ച് മെമ്പർഷിപ്പ് ഇല്ല, അവിടെ അവന് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞു, അവൻ കള്ളനാ. എന്നാൽ ഹൃദയം കൊണ്ട് പറഞ്ഞ ആ വാക്കിനെ കർത്താവ് അംഗീകരിച്ചിട്ട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര ലഘുവാണ് സ്വർഗത്തിലേക്കുള്ള ആ വഴി. ഹൃദയം കൊണ്ടൊന്ന് ഒറ്റ പറഞ്ഞാൽ മതി, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാനിനി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പിമ്പിലുള്ളതെല്ലാം മറക്കുകയാണ്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത് പിമ്പിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ പാപികൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. നീതിമാന്മാരെ, അതായത് ആദ്യമായി സ്വർഗത്തിലേക്ക് നീതിമാന്മാരെയാണ് കർത്താവ് കൊണ്ടുപോയിട്ടുള്ളത്. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് നീതീകരണം ലഭിക്കും. പാപം ഉപേക്ഷിക്കുന്നവന് നീതീകരണം ലഭിക്കും. പാപം വെച്ചുകൊണ്ടിരിക്കുന്നതിന് ശുഭത വരികയില്ല. എന്നാൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കർത്താവ് കരുണ കാണിക്കുകയും അവനെ അംഗീകരിക്കുകയും അവൻ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സഭയെക്കുറിച്ച്, അതായത് ഇപ്പോൾ നിലവിലുള്ള കത്തോലിക്ക, യാക്കോബ, മർത്തോമ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ്, ഇങ്ങനെയുള്ള ഒരു പേരുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നുകിൽ നീ പാപിയായ ജനം, അല്ലെങ്കിൽ നീ പാപമില്ലാത്ത ജനം. രണ്ടേ 2 ഗ്രൂപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ ജാതിയും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ കേരളത്തിലൊക്കെ പറയുന്നത് പോലെ ഈഴവ, നായർ, ഇങ്ങനെ പല കാസ്റ്റുകളുണ്ടല്ലോ. എന്നാൽ ബൈബിളിൽ 2 കാസ്റ്റേ ഉള്ളൂ, ഒന്ന് ആൺജാതിയും 2 പെൺജാതിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ ബൈബിളിലില്ല. ഉയർന്നവനെന്നോ താണവനെന്നോ പണ്ഡിതനെന്നോ പാവനെന്നോ സമ്പന്നെന്നോ ദരിദ്രനെന്നോ ഇതൊന്നും ബൈബിളിലില്ല. ബൈബിളിൽ അങ്ങനെയുള്ള മുഖപക്ഷമില്ല.
ഒരാൾ ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും ദൈവം നോക്കുമ്പോൾ നിർവചിക്കുന്നത് അവൻ പാപിയാണോ അല്ലെങ്കിൽ നീതിമാനാണോ എന്നാണ്. ആയതിനാൽ പിമ്പിലുള്ളത് മറക്കുക. ഇന്ന് ഈ ചെറിയ ലഘു സന്ദേശം ഇതാണ്: പിമ്പിലുള്ളത് മറക്കുക. പിമ്പിലുള്ള പഴയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. പിമ്പിൽ ഉള്ള ദുഷ്ടതകൾ, ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക എത്രയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തീയും ഗന്ധകവും കത്തുന്ന നമ്മുടെ ജീവിതം അല്പകാലം മാത്രമാണ്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നമ്മുടെ ഈ ശ്വാസം നിലച്ചു പോകാം. എന്നാൽ ആ നിലയ്ക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആ പൗരത്വമാകുന്ന സ്വർഗീയ പൗരത്വത്തിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. എനിക്ക് ആ സ്വർഗ കൂടാരത്തിൽ, ആ സ്വർഗീയ ഭവനത്തിൽ എനിക്കും വസിക്കണം. എനിക്കും അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കതായൊരു പ്രതിഫലം, അല്ലെങ്കിൽ ഒരു നന്മ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമ്മളെ തേടി വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ എന്ത് നേടിയാലും അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാണ് പോകുന്നത്. എന്നാൽ ദൈവ വിഷയമായി തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: ദൈവ വിഷയമായി നാം സമ്പന്നത പ്രാപിച്ചാൽ ആ സമ്പത്ത് ഒരിക്കലും നഷ്ടമാകില്ല. ഈ ഭൂമിയിലുള്ള ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാതാ. എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, എൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ പ്രോപ്പർട്ടികളും നന്മകളും എല്ലാം വിട്ടൊഴിഞ്ഞിട്ടാണ് പോയത്. ഒന്നും കൊണ്ടുപോയില്ല. നാം ഈ ഭൂമിയിൽ നിന്ന് വെറുതെ വന്നു, ഒന്നുമില്ലാത്തവരായി വന്നു. കൈ രണ്ടും ചുരുട്ടിപ്പിടിച്ച് വന്നു, ഒന്നുമില്ലാത്തവരായി. എന്നാൽ തിരിച്ചു പോകുമ്പോൾ കൈയെല്ലാം മലർത്തിപ്പിടിച്ച് ഒന്നും കൊണ്ടുപോകാനില്ല. പക്ഷെ കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ സമ്പാദിക്കാൻ പറ്റും. അതാണ് ദൈവ വിഷയമായി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാ പിമ്പിലുള്ളതും മറക്കുക. അതുകൊണ്ട് യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ നാമനിമിത്തം നിങ്ങൾ അപ്പനെയോ അമ്മയെയോ നിലങ്ങളെയോ വസ്തുവകളെയോ സഹോദരനെയോ സഹോദരിയെയോ ഉപേക്ഷിച്ച് കളയുന്നവന്, എൻ്റെ നാമനിമിത്തം ക്രിസ്തു നിമിത്തമാണ്, ഉപേക്ഷിച്ച് കളയുന്നവന് ഈ ഭൂമിയിൽ വെച്ച് 100 മടങ്ങും വരുവാനുള്ള ഭൂമിയിൽ നിത്യജീവനെയും കൊയ്യാത്തവൻ ആരുമുണ്ടാകുകയില്ല. എത്ര വലിയ വചനമാണത്! അത്രയ്ക്കൊരു എൻഷർ ചെയ്യുകയാണ് കർത്താവ്. എൻഷർ ചെയ്ത് പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ആ വിശ്വാസം നിമിത്തം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്പ ലാഭത്തിനു വേണ്ടിയുള്ള കള്ളം പറച്ചിൽ, അല്പ നേരത്തെ സുഖത്തിനു വേണ്ടിയുള്ള അനുസരണക്കേട്, സമയത്തെ ഒരു ലാഭത്തിനു വേണ്ടിയുള്ള എന്തെങ്കിലും അനുസരണക്കേട്, അല്ലെങ്കിൽ അവിവേകങ്ങൾ, തെറ്റായ പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികൾ, ഇത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിൽ വെച്ച് 100 മടങ്ങ് വേറെ കർത്താവ് നിനക്ക് എൻഷർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്, വരുവാനുള്ള ഭൂമിയിൽ നിത്യജീവനെയും ലഭിക്കാത്തവൻ ആരും ഉണ്ടാകുകയില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആയതിനാൽ ഈ ലഘു സന്ദേശം, അതിൻ്റെ കണ്ടന്റ് ഇതാണ്: പിമ്പിലുള്ളത് മറക്കുക, മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട്. ആയുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിമ്പിലുള്ളത് മറക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്, ഇറേസ് ചെയ്ത് കളയാറുണ്ട്. ഇതുപോലെ നമ്മുടെ തലച്ചോറിൽ നിന്ന്, മനസാക്ഷിയിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെയും പിശാചിൻ്റെ പരിപാടി അത് പിന്നെയും ഓർപ്പിക്കുക. അയ്യോ, അവൻ എന്നോട് അത് ചെയ്തു, ഞാനത് പകരം തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പകരത്തിന് പകരം ചെയ്യും. പകരത്തിന് വാശിയോടുകൂടെ, വൈരാഗ്യത്തോടുകൂടെ പകരം ചെയ്യും. ഇതെല്ലാം നമ്മുടെ മനസാക്ഷിയിൽ, തലച്ചോറിൽ ഇങ്ങനെ ഫീഡ്ബാക്ക് പിശാച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും.
എന്നാൽ അതിനെ അടിസ്ഥാനത്തിൽ തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങുക. ഞാനതിനെ ഡിലീറ്റ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനുസരണക്കേടിനെയും ഞാൻ എടുത്തു മാറ്റുന്നു. ആരിൽ കൂടെ? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ആശ്രയത്തിൽ കൂടെ, യേശുക്രിസ്തുവിലുള്ള ആത്മാവിൽ കൂടെ, കർത്താവിൻ്റെ ആത്മാവിൽ കൂടെ, ഏറ്റവും മുഖ്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന തിരുവചനം, ഞാൻ എൻ്റെ കുടുംബ കാര്യങ്ങളോ എൻ്റെ സ്വന്തം കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് ജീവൻ്റെ വചനമാണ്, കർത്താവിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം എൻ്റേതല്ല, അത് കർത്താവിൻ്റെ ശബ്ദമാണ്. ആ കർത്താവിൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിയെ തുളച്ചു ചെല്ലും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. ആ വചനം നിങ്ങൾക്ക് ജീവൻ തരും. ആ വചനം നിങ്ങളെ ബലപ്പെടുത്തും. ആ വചനം നിങ്ങളെ പാപത്തിൽ നിന്ന് ജയിക്കുവാൻ കൃപ തരും. ഓരോ ദിവസവും പാപത്തിൽ നിന്ന് ജയിക്കുവാനുള്ള അഭിഷേകവും ശക്തിയും ഈ തിരുവചനത്തിന് കഴിയും. എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, പിമ്പിലുള്ളത് മറക്കുക, മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമബലിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുക എന്ന് പറഞ്ഞാൽ ഒരു റിവാർഡ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു വലിയ പ്രതിഫലം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതത് മാസമുള്ള പ്രതിഫലമുണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളുണ്ട്. അത് ശരീരത്തിൽ ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്ന പ്രതിഫലമാണ്. ആ പ്രതിഫലങ്ങൾ മുഴുവൻ നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും, നമ്മുടെ ആഹാരത്തിനു വേണ്ടിയും, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും എല്ലാം നമ്മൾ ചെലവഴിക്കുകയാണ്. എന്നാൽ നാം ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ 40-ാമത്തെ വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 50-ാമത്തെ വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 80-ാമത്തെ വയസ്സിലായിരിക്കാം, ചിലപ്പോൾ 100-ാമത്തെ വയസ്സിലുമായിരിക്കാം. പോകുമ്പോൾ കൊണ്ടുപോകുവാൻ ദൈവവിഷയമായിട്ടുള്ള സമ്പത്ത് മാത്രമാണുള്ളത്. ആയതിനാൽ ദൈവവിഷയമായി ആഞ്ഞ് ആ സമ്പത്ത് നേടുവാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഈ ചെറിയ ആ ലഘു സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ദൈവവിഷയമായിട്ടുള്ള സമ്പത്ത് ആഞ്ഞു പിടിക്കുവാൻ, ഉത്സാഹത്തോട് പിടിക്കുവാൻ, വിശ്വാസത്തോടെ പിടിച്ചെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളെ തേടി ചില പ്രതിഫലങ്ങൾ കർത്താവ് വെച്ചിട്ടുണ്ട്, ചില വലിയ പ്രതിഫലങ്ങൾ. അത് നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ഓരോ സഭകൾക്കുമുള്ള പ്രതിഫലങ്ങൾ ചിലരെ തൂണാക്കും, ചിലർക്ക് സ്വർഗീയ കിരീടങ്ങൾ കിട്ടും, ചിലർക്ക് വിലയേറിയ മോതിരങ്ങൾ കിട്ടും, ചിലർക്ക് വിലയേറിയ അധികാരങ്ങൾ കിട്ടും, ചിലർക്ക് ചില സിംഹാസനങ്ങളിൽ ഇരിക്കാൻ ദൈവം കൃപ തരും, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാനുള്ള അധികാരം കിട്ടും. എന്തെല്ലാം നന്മകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നറിയാമോ? നമ്മുടെ അപ്പനും അമ്മയും നാം കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി എത്രയെത്ര കാര്യങ്ങൾ ഒരുക്കി വെച്ചു, എത്രയെത്ര നന്മകൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്ര മുതിർന്ന് ഇത്ര പ്രായമായപ്പോൾ നമ്മുടെ അപ്പനപ്പന്മാരുടെ ആ നന്മകൾ അനുഭവിച്ചു. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവ് അതിനേക്കാട്ടിൽ നല്ലത്, ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഒരുക്കി വച്ചിരിക്കുന്ന നന്മ നമുക്ക് അവകാശമാക്കണമെങ്കിൽ വെറുതെ പറ്റത്തില്ല. ഡോക്യുമെൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. ഒരു ഡോക്യുമെൻസും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഭൂമിയിൽ എന്തെല്ലാം നമുക്ക് അറിവില്ല എന്ന് പറഞ്ഞ് ഒരു ട്രാഫിക്കിൽ മുന്നോട്ട് പോവുക, ചുവന്ന ലൈറ്റ് കത്തിക്കിടക്കുക. ചുവന്ന ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ എനിക്കറിയില്ല അത് ചുവന്ന ലൈറ്റ് സ്റ്റോപ്പിന് വേണ്ടിയുള്ളതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വില പോകത്തില്ല, അവിടെ നിശ്ചയമായിട്ടും അവിടെ ഫൈൻ അടിക്കും. ഇതുപോലെയാ അറിവില്ല എന്നുള്ള കാരണത്താൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് എക്സ്ക്യൂസ് കിട്ടില്ല. അറിയാൻ വേണ്ടി, ദൈവത്തെ അറിയാൻ വേണ്ടി, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി വലിയ ചില സംവിധാനങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും വലുത് ഈ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളാണ്, തിരുവചനമാണ്, അവൻ്റെ ശബ്ദമാണ്, അവൻ്റെ സന്ദേശമാണ്. 2 അവൻ്റെ ദാസീദാസന്മാരാണ്. 3 ദൈവത്തിൻ്റെ സഭയാണ്. അങ്ങനെ വലിയൊരു ലിസ്റ്റ് നമുക്ക് ദൈവത്തെ അറിയാൻ വേണ്ടി
ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആയതിനാൽ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ആ സ്നേഹവും സമാധാനവും ദൈവത്തിൻ്റെ ആ സമ്പത്തുകളും നമ്മൾ അനുഭവിക്കാൻ വേണ്ടി റെഡിയാകട്ടെ. പിമ്പിലുള്ളത് മറക്കുക, മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് മുന്നോട്ട് ഓടുക. നടക്കാൻ വേണ്ടിയല്ല അവിടെ പറഞ്ഞത്, ഓടാൻ വേണ്ടിയാണ്. മുന്നോട്ട് ഓടുക. കർത്താവിനെ എങ്ങനെ അറിയണം? ഓരോ ദിവസവും കർത്താവ് പറയുന്നത് കേൾക്കണം. ഓരോ ദിവസവും കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. നമ്മളെല്ലാവരും എണീക്കുമ്പോൾ നമ്മുടെ മക്കളെ ശബ്ദം കേൾക്കാൻ വേണ്ടി റെഡിയാകും, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി റെഡിയാകും. എന്നാൽ എത്ര പേർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഓരോ ദിവസവും കർത്താവിൻ്റെ പാദപിടുത്തത്തിൽ ഇരിക്കുന്നുണ്ട്? മറിയ കർത്താവിൻ്റെ പാദപിടുത്തത്തിൽ ഇരുന്നു, നല്ല ആംശം തിരഞ്ഞെടുത്തു. എന്നാൽ മാർത്തയോ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനസ്സ് കലങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, മനസ്സ് കലക്കുന്ന പല വിചാരങ്ങൾ ഈ ഭൂമിയിൽ നമുക്കുണ്ട്. പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, പല വ്യാകുലതകൾ. നിങ്ങളുടെ ഹൃദയം പല വ്യാകുലതകൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, നിരാശകൾ കൊണ്ട്, ഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? ലുക്ക് ടു ദ ജീസസ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആ മുഖം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ആ മുഖം നിങ്ങളെ അന്വേഷിക്കുന്നു. നിങ്ങളൊരിക്കലും മറഞ്ഞിരിക്കുന്നവരല്ല. തിരുവചനം ക്രോണിക്കിൾസ് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കണ്ണുകൾ, യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലെല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു, തൻ്റെ വൃതന്മാരുടെ ശബ്ദം കേൾക്കുവാൻ, തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം അന്വേഷിച്ചുകൊണ്ട്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. അവനൊരിക്കലും ഉറങ്ങാതെ മയങ്ങാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ കേരളത്തിൽ തിരുവനന്തപുരത്തു നിന്നാണിത് സംസാരിക്കുന്നത്. എൻ്റെ മക്കൾ കാനഡയിൽ അവർ ഉറങ്ങുകയാണ്. അവരുറങ്ങുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ ലൈവിലായിരിക്കുമ്പോഴും കർത്താവ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന് ദിക്കുകൾ വിഷയമല്ല, രാജ്യങ്ങൾ വിഷയമല്ല, ഇവിടുത്തെ സമ്പ്രദായങ്ങൾ വിഷയമല്ല. ആര് ദൈവത്തെ അന്വേഷിക്കുന്നുവോ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ഉയരത്തിൽ നിന്ന് ദൈവം നോക്കുന്നു. ദൈവം ഉയരത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. തിരുവചനപ്രകാരം ബുദ്ധിമാന്മാരാണ്, ദൈവത്തിന് പ്രിയമുള്ളവരാണ്. ആയതിനാൽ ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഇപ്പോൾ ലൈവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേവകുമാർ, മേ ഗോഡ് ബ്ലസ് യു ഫോർ വാച്ചിങ് മൈ ലൈവ് വീഡിയോ. ലിജി സന്തോഷ്, മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. നിധി ജോർജ്, മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആനി ജോൺ, മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ഇനിയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ദൈവകൃപ കൊണ്ടും വിശ്വാസം കൊണ്ടും നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവിൽ നിന്ന് വിരമിക്കുന്നു. മേ ഗോഡ് ബ്ലസ് ഓൾ. താങ്ക് യു.